ഹായ് ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് പാരൻസ്. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് MBBS പഠിക്കാൻ സാധിക്കുന്ന രാജ്യങ്ങളും അവിടുത്തെ മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റികളും പരിചയപ്പെടുത്തുന്ന വിൽബർട്ടൺ എഡ്യൂക്കേഷൻസിന്റെ MBBS ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന രാജ്യം സെർബിയയാണ്. സെർബിയയിലെ തന്നെ വൺ ഓഫ് ദി പോപ്പുലർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ക്രാഗുയോവാച്ച് യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിൽ നിങ്ങൾക്ക് MBBS പഠിക്കാൻ ഏറ്റവും മികച്ചൊരു യൂണിവേഴ്സിറ്റിയും രാജ്യവുമാണിത്. യൂണിവേഴ്സിറ്റിയുടെ കൂടുതൽ ഡീറ്റെയിൽസുകളിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് സെർബിയ എന്ന രാജ്യത്തെ കുറിച്ചിട്ട് അറിയാം. 15ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരുന്ന കാലഘട്ടത്തിലാണ് സെർബിയ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നത്. പിന്നീട് 1918 7ഓളം രാജ്യങ്ങൾ ചേർന്ന് യുഗോസ്ലാവാക്യയുടെ ക്യാപിറ്റലും സെർബിയ തന്നെ ആയിരുന്നു. 1992 യുഗോസ്ലാവാക്യയുടെ ബ്രേക്ക് ഡൗണോട് കൂടി മോണ്ടെഗ്രോ യൂണിയനിൽ കൂടിച്ചേരുകയായിരുന്നു. സെർബിയ ഇന്ന് 7ഓളം രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു വലിയ രാജ്യമാണ്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ബോസ്നിയ, ബൾഗേരിയ, ക്രൊയേഷ്യ, ഹംഗറി എന്നിങ്ങനെ രാജ്യങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. യൂറോപ്പിന്റെ തന്നെ സൗത്ത് ഈസ്റ്റേൺ റീജിയനിലാണ് സെർബിയ വരുന്നത്. യൂറോപ്യൻ എംബേഴ്സിന്റെ ബർത്ത് പ്ലേസ് ആയിട്ടും സെർബിയ അറിയപ്പെടുന്നുണ്ട്. 2024 ബൾഗേരിയയും അതുപോലെ റൊമാനിയയും ഷെങ്കൻ രാജ്യങ്ങളായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് സെർബിയയും ഈ ഒരു ലിസ്റ്റിലേക്ക് അടുത്ത വർഷങ്ങളിൽ തന്നെ വരാൻ സാധ്യതകളുണ്ട്. സെർബിയ ഈ ഒരു ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഷെങ്കൻ കൺട്രീസിൽ നിന്ന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും ഇവിടെ പഠിക്കുന്നത് വഴി നിങ്ങൾക്കും ലഭിക്കും. സെർബിയയിലെ MBBS പഠനത്തിന്റെ പ്രത്യേകതകളും യൂണിവേഴ്സിറ്റിയിലെ ട്യൂഷൻ ഫീസ്, അക്കാഡമിക്സ്, യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസേഷൻസ്, പ്രോഗ്രാം കരിക്കുലം, എൻട്രി റിക്വയർമെന്റ്സ്, ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്, ലിവിംഗ് എക്സ്പെൻസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് തുടങ്ങി നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. നമുക്കിനി ഈ ക്രാഗുയോവാച്ച് സിറ്റിയെ കുറിച്ചിട്ട് കൂടുതൽ അറിയാം. സെർബിയയിലെ തന്നെ 4th ലാർജസ്റ്റ് സിറ്റിയാണ് ക്രാഗുയോവാച്ച്. ഈ ഒരു സിറ്റി സ്ഥിതി ചെയ്യുന്നത് തന്നെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബൽഗ്രേഡിൽ നിന്നും ഒരു 139 കിലോമീറ്റർ ചേർന്ന് സെൻട്രൽ സെർബിയൻ റീജിയനിലാണ്. ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് 1818 മുതൽ 1841 വരെ സെർബിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു ക്രാഗുയോവാച്ച്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കായി ഇവിടെ 10 ഹെക്ടറുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന റിനോവേറ്റഡ് വാക്ക് വേസ്, വേരിയസ് സ്പോർട്സ് ഫെസിലിറ്റീസ് ഒക്കെ വരുന്ന അപ്പർ ഗ്രേഡ് പാർക്ക് എല്ലാം ഇവിടെയാണ് സ്ഥിതി ചെയ്തിട്ടുള്ളത്. സിറ്റിയിലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സമാനമായിട്ടാണുള്ളത്. പബ്ലിക് ബസ്, ട്രെയിന്, സിറ്റി ട്രാമുകൾ, ക്യാബ് എന്നിങ്ങനെ വെൽ കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സിറ്റി ഉള്ളത്. സെർബിയയിലെ ജനങ്ങളെല്ലാം സെർബിയൻ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്. ഇവർ ഇംഗ്ലീഷ് ലാംഗ്വേജും സെർബിയൻ ലാംഗ്വേജും ഒരേപോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ട് വരുന്നതേ ഇല്ല. ഇനി നമുക്ക് ഈ ക്രാഗുയോവാച്ച് യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് കൂടുതൽ അറിയാം. ഹെൽത്ത് കെയർ, ഹിസ്റ്ററി, എഡ്യൂക്കേഷണൽ എക്സലൻസ് എന്നീ വിഷയങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് ക്രാഗുയോവാച്ച്. 1976 സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് 50 വർഷങ്ങളായിട്ട് മെഡിക്കൽ സയൻസ് സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ക്രാഗുയോവാച്ച്. ഇവിടുത്തെ ഈ ഒരു സിറ്റി സെന്ററിൽ തന്നെയാണ് ക്രാഗുയോവാച്ച് യൂണിവേഴ്സിറ്റിയും സ്ഥിതി ചെയ്തിട്ടുള്ളത്. ഇവിടെ 20,000-ൽ പരം സ്റ്റുഡൻസ് വിവിധ കോഴ്സുകൾക്കായിട്ട് പഠിക്കുന്നുണ്ട്. QS വേൾഡ് റാങ്കിങ്, ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിങ് എല്ലാം ടോപ്പ് 500-ലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത്. കൂടാതെ WHO, NMC റെക്കഗ്നൈസേഷൻസും ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. സോ നിങ്ങൾക്ക് വിദേശത്ത് പഠിച്ചിട്ട് ഇന്ത്യയിൽ തിരിച്ചു വന്ന് ജോലി ചെയ്യാനും സാധിക്കും. ഇതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രൈവറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവ് ഫീസ് മാത്രമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്നത്. മികച്ച ക്വാളിറ്റിയിൽ MBBS പഠിക്കാമെന്നതും ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതയാണ്. നമുക്കിനി സെർബിയയുടെ മെഡിക്കൽ കോൺട്രിബ്യൂഷൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആഗോള മെഡിക്കൽ സയൻസിന് വേണ്ടിയിട്ട് സെർബിയയുടെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ലോകമറിയുന്ന നിക്കോളാസ് ടെസ്ല 1890-കളിൽ നടത്തിയ പ്രധാന കോൺട്രിബ്യൂഷൻസിൽ ഒന്നായിരുന്നു ഹൈ ഫ്രീക്വൻസി ഇലക്ട്രോണിക് തെറാപ്പി. ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയിനുകൾ കുറക്കാനും മസിൽസിന്റെ സ്റ്റിമുലേഷൻസ് വരുത്താനാണ് ഈ ഒരു കാര്യം സഹായകരമായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 1896 മിഹാജിലോ പൂപ്പിൻ എക്സ്റേ ക്യാപ്ചറിംഗ് ടൈം കുറച്ചുകൊണ്ട് ഇമേജിംഗ് പ്രോസസ്സ് കൊണ്ടുവന്ന അഡ്വാൻസ്ഡ് ടെക്നോളജിയാണിത്. ഈ ഒരു ടെക്നോളജിയാണ് ഇന്നും നമ്മൾ ഫോളോ ചെയ്തു വരുന്നത്. മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് 1950-കളിലും 1960-കളിലും പോളിയോ വ്യാപനം നടക്കുന്ന സമയത്ത് സെർബിയ പോളിയോക്കെതിരായിട്ടുള്ള വാക്സിൻ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതും വലിയൊരു മെഡിക്കൽ കോൺട്രിബ്യൂഷൻ തന്നെയായിരുന്നു. ഇത് പിന്നീട് മെഡിക്കൽ ഫീൽഡിലെ തന്നെ വലിയൊരു ഔട്ട്ബ്രേക്ക് ആയിട്ട് മാറുകയും ചെയ്തു. ഇനി നമുക്ക് ഇവിടുത്തെ സേഫ്റ്റിയെ കുറിച്ച് സംസാരിക്കാം. സേഫ്റ്റിയുടെ കാര്യത്തിൽ കൺസേൺ വേണ്ടാത്തൊരു രാജ്യമാണ് സെർബിയ. ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ 35ാം റാങ്കിങ്ങിലാണ് സെർബിയ വന്നിട്ടുള്ളത്. യൂറോപ്യൻ ടൂറിസ്റ്റുകൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് സെർബിയ. സ്ട്രോങ് കൾച്ചറൽ വാല്യൂസും ആതിഥ്യമര്യാദയും കാണിക്കുന്ന ജനങ്ങളാണ് സെർബുകൾ.
യൂണിവേഴ്സിറ്റി അസിസ്റ്റൻസിനായിട്ട് സ്റ്റുഡൻറ് യൂണിയനും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴും സർവൈലൻസ് ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും തന്നെ ഫേസ് ചെയ്യേണ്ടി വരില്ല. കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അക്കാഡമിക് അല്ലെങ്കിൽ സോഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റീസും വളരെ ആക്റ്റീവായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുമ്പോൾ നിങ്ങളുടെ സോഷ്യൽ ലൈഫും അക്കാഡമിക് ലൈഫും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലെ റെക്കഗ്നൈസേഷൻസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. WHO, ECFMG, NMC, WDOMS തുടങ്ങിയ എല്ലാവിധ അക്രിഡിറ്റേഷൻസും ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. US ന്യൂസ് ബെസ്റ്റ് ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസിലും US വേൾഡ് റാങ്കിങ്ങിലും ഈ ഒരു യൂണിവേഴ്സിറ്റി മുൻനിരയിൽ തന്നെയുണ്ട്. നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുള്ളത് പോലെ തന്നെ അബ്രോഡിൽ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ് NMC ഗൈഡ് ലൈൻസ്. യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ഡ്യൂറേഷന്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ്, WHO റെക്കഗ്നൈസേഷൻസ് കൂടാതെ മെഡിക്കൽ ലൈസൻസ് എലിജിബിലിറ്റി എന്നിവയാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാമും അതുപോലെ ഡ്യൂറേഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. സെർബിയ ഉൾപ്പെടെ വരുന്ന യൂറോപ്പിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ടോട്ടലി 6 വർഷം വരുന്ന MBBS പ്രോഗ്രാമാണ്. ആദ്യത്തെ വർഷങ്ങളിൽ പ്രീ ക്ലിനിക്കൽസും പിന്നീടുള്ള വർഷങ്ങളിൽ മുതൽ ക്ലിനിക്കൽസുമാണ് വരുന്നത്. കൂടാതെ അവസാന വർഷം നിങ്ങൾക്ക് വരുന്നത് ഇന്റേൺഷിപ്പ് ആണ്. കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് തൊട്ട് MBBS പ്രോഗ്രാമിനാണ് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റി ECTS അഥവാ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആൻഡ് അക്കോമഡേഷൻ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ടോട്ടല് 12 സെമസ്റ്ററുകളിലായിട്ട് 360 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആദ്യ വർഷത്തിൽ നിങ്ങൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ മെഡിക്കൽ സയൻസ് സബ്ജക്റ്റുകളാണ്. അതിൽ തന്നെ അനാട്ടമി, ഹിസ്റ്റോളജി ആൻഡ് എംബ്രയോളജി, മെഡിക്കൽ ജെനറ്റിക്സ്, മെഡിക്കൽ ഇൻഫർമാറ്റിക്സ് കൂടാതെ ലാറ്റിൻ ടെർമിനോളജി എന്നീ സബ്ജക്റ്റുകളാണ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ ക്ലിനിക്കൽ കോഴ്സ് സബ്ജക്റ്റുകളായിട്ടുള്ള സർജറി ആൻഡ് ഇന്റേണൽ മെഡിസിൻസ് മുതൽ സ്പെഷ്യാലിറ്റീസും പീഡിയാട്രിക്സും ഗൈനക്കോളജിയും സൈക്കാട്രിയും എല്ലാം ഉൾപ്പെടുന്ന യൂറോപ്യൻ കരിക്കുലമാണ് നിങ്ങൾ പഠിച്ചു വരുന്നത്. പഠന സമയത്ത് തന്നെ ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ പേഷ്യൻസ് ഇന്ററാക്ഷൻസും ക്ലിനിക്കൽ റൊട്ടേഷൻസും ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ MBBS കരിക്കുലം മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് ഈ ക്രാഗുയോവാച്ച് യൂണിവേഴ്സിറ്റിയിലെ എക്സാം മോഡുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. ഇനി എക്സാമിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഓറൽ എക്സാമിനേഷൻ ഉൾപ്പെടുന്ന സെമസ്റ്റർ വൈസ് എക്സാം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. സെമസ്റ്റർ എക്സാമുകൾ കൂടാതെ സബ്ജക്ട് വൈസ് എക്സാമുകളും യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓരോ മൊഡ്യൂളിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു എക്സാം വരുന്നത്. കൂടാതെ വൈവ എക്സാമുകളും യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യാറുണ്ട്. പ്രാക്ടിക്കൽസിന്റെ പേഷ്യൻസ് എക്സാമിനേഷനും അതുപോലെ ലബോറട്ടറി എക്സാമുകളാണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. കൂടാതെ ഇന്റേൺഷിപ്പ് സമയത്ത് ഫൈനൽ ഇവാലുവേഷൻ സ്റ്റേഷൻസ് എക്സാമുകളും നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഈ സ്റ്റേഷൻസ് എക്സാമിൽ നിങ്ങൾ റിയൽ ടൈം പേഷ്യന്റ് ഡയഗ്നോസിസേഷൻ ആണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലെ ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടും ക്ലിനിക്കൽസിനെ കുറിച്ചിട്ടും കൂടുതൽ മനസ്സിലാക്കാം. ക്ലിനിക്കൽ സെന്റർ ഓഫ് ക്രാഗുയോവാച്ച്, പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓങ്കോളജി ആൻഡ് റേഡിയോളജി ഓഫ് സെർബിയ, യൂണിവേഴ്സിറ്റി ദന്തൽ ക്ലിനിക് എന്നിങ്ങനെ 37 ഓർഗനൈസേഷൻ ഹോസ്പിറ്റൽസുമായിട്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ക്ലിനിക്കൽ സെന്റർ ഓഫ് ക്രാഗുയോവാച്ച് ആണ് പ്രധാനപ്പെട്ട മെഡിക്കൽ പ്രാക്ടീസ് ഹോസ്പിറ്റൽ. 1118 ബെഡ് കപ്പാസിറ്റിയിൽ 3 മില്യൺ പേഷ്യൻസ് ആണ് ഇതുവരെ ഇവിടെ നിന്നും ഹെൽത്ത് കെയർ സേവനങ്ങൾ എടുത്തിട്ടുള്ളത്. ക്ലിനിക്കൽ പ്രാക്ടീസിനായിട്ട് 37 ഓർഗനൈസേഷണൽ യൂണിറ്റുകളും 15 ക്ലിനിക്കുകളും 7 സെന്റേഴ്സിലായിട്ട് നമ്മുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട ഒരു ക്ലിനിക്കൽ എക്സ്പോർട്സ് തന്നെയാണ് ഇവിടെ നിന്നും കിട്ടുന്നത്. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റീസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. ഹൈലി ക്വാളിഫൈഡ് ഫാക്കൽറ്റി ടീമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ളത്. സോ ബെറ്റർ സ്റ്റഡി ലൈഫ് സ്റ്റുഡൻസിന് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രി ക്രൈറ്റീരിയകളെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. ആർക്കെല്ലാമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. +2 സയൻസ് സബ്ജക്റ്റിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. കൂടാതെ PCBയിൽ നിങ്ങൾക്ക് 60% മാർക്കും സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ നീറ്റ് എക്സാം ക്വാളിഫൈ ആയിരിക്കണം എന്നതും ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു മാനദണ്ഡമാണ്. തിരിച്ച് ഇന്ത്യയിൽ ജോലി നോക്കുന്നവർക്കാണ് ഈ ഒരു നീറ്റ് മാനദണ്ഡം വെച്ചിട്ടുള്ളത്. ഇനി നമ്മളുടെ ഒരു ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ 17 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് യൂണിവേഴ്സിറ്റി സ്വീകരിക്കുന്നത്. IELTS അല്ലെങ്കിൽ PTO ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻസ് എടുക്കാനും സാധിക്കും. ഇനി നമുക്ക് ക്രാഗുയോവാച്ച് യൂണിവേഴ്സിറ്റിയിലെ ഫീസിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാം. ഇതൊരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ട്യൂഷൻ ഫീസ് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഒരു വർഷത്തേക്ക് ഏതാണ്ട് 5000 യൂറോയാണ് ഫീസ് ആയിട്ട് വരുന്നത്. ഇന്ത്യൻ രൂപയിൽ നോക്കുമ്പോൾ ഏതാണ്ട് 4,60,000 രൂപയാണ്. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലെ അക്കോമഡേഷനും അതുപോലെ ലിവിംഗ് എക്സ്പെൻസും നോക്കുകയാണെങ്കിൽ തന്നെ അക്കോമഡേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊതുവെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് ഹോസ്റ്റൽസ് ആണ്. ഈ ഒരു പ്രൈവറ്റ് ഹോസ്റ്റൽ ഓപ്ഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സെൽഫ് കുക്കിങ്ങും ചെയ്യാം, ക്യാഷും സേവ് ചെയ്യാം. സെർബിയയിൽ നിങ്ങൾക്ക് ഏതാണ്ട് 150 യൂറോയാണ് മന്ത്ലി ഹോസ്റ്റലിന് ചാർജസ് വരുന്നത്. ഏതാണ്ട് ഒരു 16,000 മുതൽ 17,000 ഇന്ത്യൻ രൂപയാണ്.
കൂടാതെ ഡയറി പ്രൊഡക്ട്സും ഗ്രോസറീസും റൈസും ഗ്രെയിൻസും മീറ്റും ഫ്രൂട്ട്സുകളെല്ലാം തുടങ്ങിയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അത്യാവശ്യം വേണ്ടുന്ന സ്പൈസസുകളെല്ലാം കുട്ടികൾ നാട്ടിൽ നിന്നും കൊണ്ടുപോകാറുണ്ട്. മന്ത്ലി അക്കോമഡേഷനും ഫുഡും മറ്റുള്ള എക്സ്പെൻസും ഒക്കെ ചേർക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു 250 മുതൽ 300 യൂറോ വരെയാണ് എക്സ്പെൻസ് കണക്കാക്കേണ്ടത്. ഇന്ത്യൻ രൂപയിലേക്ക് നോക്കുമ്പോൾ 26,000 മുതൽ 28,000 രൂപയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ട്രാവലിങ്ങിനെ കുറിച്ചിട്ടും ഇവിടുത്തെ ലോക്കൽ കറൻസിയെ കുറിച്ചിട്ടും മനസ്സിലാക്കാം. യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള നിയറസ്റ്റ് എയർപോർട്ട് വരുന്നത് ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബൽഗ്രേഡിലെ നിക്കോള ടെസ്ല ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഏതാണ്ട് 1 മണിക്കൂറും 40 മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താം. നോർമലി കേരളത്തിൽ നിന്നും സെർബിയയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് വരുന്നത്. കൊച്ചിയിൽ നിന്നും ദുബായിലേക്കും ദുബായിൽ നിന്നും ബൽഗ്രേഡിലേക്കുമാണ് ഫ്ലൈറ്റ് വരുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് ഏതാണ്ട് ഒരു 30,000 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി സെർബിയയിലെ ലോക്കൽ കറൻസി വരുന്നത് ദിനാറാണ്. ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ദിനാർ എന്ന് പറയുന്നത് ഏതാണ്ട് 78 പൈസയാണ്. സോ കറൻസിയുടെ മൂല്യം കുറവായതുകൊണ്ട് തന്നെ ലിവിങ് എക്സ്പെൻസും നിങ്ങൾക്ക് ഇവിടെ മാനേജബിൾ ആണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സെർബിയയിലെ ക്ലൈമറ്റിനെ കുറിച്ചിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ആണ് വരുന്നത്. ഡിസംബർ മുതൽ ഏതാണ്ട് ഫെബ്രുവരി ലാസ്റ്റ് വരെയാണ് വിന്റർ സീസൺ വരുന്നത്. പൊതുവെ വിന്ററിൽ ഡീപ് ഡ്രോപ്പ് ഡൗൺ വരാത്തൊരു സ്ഥലം കൂടിയാണ് സെർബിയ. അനുകൂലമായിട്ടുള്ള ഒരു മോഡറേറ്റ് തണുപ്പാണ് ഇവിടെ വരുന്നത്. കൂടാതെ സ്പ്രിങ്ങും സമ്മറും ഓട്ടമും എല്ലാം കൂടി വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. വെയിലും മഴയും മാത്രം കിട്ടുന്ന നമ്മുടെ സ്റ്റുഡൻസ് സെർബിയയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ഈ ഒരു ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഈ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ MBBS പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏത് രാജ്യത്ത് പോവുകയാണെങ്കിൽ തന്നെ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ഒരു വില്ലനായി വരാറില്ല. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ് ലൈഫിനെ കുറിച്ചിട്ട് നോക്കാം. നമ്മുടെ കുട്ടികളുടെ സോഷ്യൽ ആൻഡ് അക്കാഡമിക് അസിസ്റ്റൻസിന് ഇന്റർനാഷണൽ സ്റ്റുഡൻറ് സപ്പോർട്ടിംഗ് വിങ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്ട്രോങ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബെറ്റർ സ്റ്റുഡൻറ് ലൈഫ് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റീസിന്റെ ഭാഗമായിട്ട് കൾച്ചറൽ ഇവന്റ്സുകളും സ്റ്റുഡൻസ് മീറ്റപ്പുകളും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലെ കൾച്ചറൽ പ്രോഗ്രാമുകളായിട്ടുള്ള ഓണം, വിഷു, ഈദ്, ഹോലി, ദിവാലി പോലത്തെ എല്ലാവിധ പ്രോഗ്രാമുകളും ഇത്തരം സ്റ്റുഡൻസ് കോർഡിനേഷൻസ് കൂടി ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. വാട്ട് ആഫ്റ്റർ MBBS ഇൻ സെർബിയ. അതായത് MBBS സെർബിയയിൽ പഠിച്ചതിന് ശേഷം എന്തെല്ലാം ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സെർബിയയിൽ നിങ്ങൾ MBBS പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് യൂറോപ്യൻ രാജ്യത്തോ അല്ലെങ്കിൽ അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യത്തും ഒരു വെൽ ക്വാളിഫൈഡ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻ ലഭിക്കുന്നുണ്ട്. കാർഡിയോളജി, സർജറി, റേഡിയോളജി, ഓങ്കോളജി തുടങ്ങിയ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സ്പെഷ്യലൈസേഷൻസിലും നിങ്ങൾക്കൊരു PG ചെയ്യാനും സാധിക്കും. പക്ഷേ നമ്മുടെ കുട്ടികൾ ഭൂരിഭാഗം പേർക്കും നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നാട്ടിൽ വന്നൊരു PG ചെയ്യാനാണ് അവർക്ക് പ്ലാൻ ഉണ്ടായിരിക്കുക. സെർബിയയിലെ ക്രാഗുയോവാഷ് യൂണിവേഴ്സിറ്റി NMC റൂളുകൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് NMC നെക്സ്റ്റ് എക്സാമോ അല്ലെങ്കിൽ FMG എക്സാമോ എഴുതാനും ഇവിടെ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നവർ പ്രധാനമായും അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാമാണ് FMG ഓർ NMC നെക്സ്റ്റ് എക്സാം. ഈ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ലഭിക്കുകയുള്ളൂ. ഈ വർഷത്തെ FMG റിസൾട്ട് നോക്കിയാൽ തന്നെ 30% പാസിംഗ് പെർസെൻറ്റേജ് ആണുള്ളത്. അതായത് വിദേശത്ത് പഠിക്കാൻ പോയ 100-ൽ 30 ഡോക്ടർമാർ പാസ്സായി എന്നുള്ളതാണ്. നല്ല രീതിയിൽ പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വിദേശത്ത് പഠിച്ച് ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്കേ അല്ല. ഇന്ത്യയിൽ പഠിച്ചവരും വിദേശത്ത് പഠിച്ചവരും ഒരുപോലെ അറ്റൻഡ് ചെയ്യേണ്ട ലൈസൻസിങ് എക്സാം ആണ് FMG നെക്സ്റ്റ് എക്സാം. ഇന്ത്യയിൽ MBBS പഠിച്ച സ്റ്റുഡൻസിന്റെ കൂടെ തന്നെയാണ് നിങ്ങൾ വിദേശത്ത് പഠിച്ചവരും ഈ ഒരു എക്സാം ഇനി മുതൽ എഴുതാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കുകയാണെങ്കിൽ തന്നെ 2024 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ടോട്ടൽ MBBS സീറ്റ് വരുന്നത് വെറും 1,09,153 ആണ്. നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്ത സ്റ്റുഡൻസിന്റെ എണ്ണമാണെങ്കിൽ 23,33,297 ആണ്. അതായത് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ഡോക്ടർ ആവാനുള്ള ഒരു സീറ്റ് കിട്ടാനുള്ള ചാൻസ് വെറും 4.68% ആണ് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഒരു 4% വരാൻ നിങ്ങൾ നീറ്റ് വിത്ത് +1 +2 അത് കഴിഞ്ഞ് നീറ്റ് കോച്ചിങ്, പിന്നെ നീറ്റ് റിപ്പീറ്റ്, വീണ്ടും നീറ്റ് റിപ്പീറ്റ് എന്നിങ്ങനെ എത്ര കഷ്ടപ്പെട്ടാലും വെറും 4% മാത്രമാണ് ഇന്ത്യയിൽ ഒരു MBBS സീറ്റ് ലഭിക്കാനുള്ള നിങ്ങളുടെ ചാൻസ്. നിങ്ങൾക്ക് +2-ൽ 96% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ഒന്നുകൂടെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി 96% കുറവാണ് നിങ്ങളുടെ +2 മാർക്കെങ്കിൽ സീറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ ഡൗട്ടാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പഠിച്ചൊരു ഡോക്ടർ ആവാനുള്ള ചാൻസ് വെറും 4%, എബ്രോഡ് പഠിച്ച് ഇന്ത്യയിൽ ഒരു ഡോക്ടർ ആവാനുള്ള ചാൻസ് 30% എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ഈ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ തന്നെ 50 വർഷത്തോളമായിട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ക്രാഗുയോവാഷ്. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻസെ കൊണ്ടും ഹൈ ക്വാളിഫൈഡ് ഫാക്കൽറ്റി മെമ്പേഴ്സെ കൊണ്ടും ഈ ഒരു യൂണിവേഴ്സിറ്റി സമ്പന്നമാണ്.
സെർബിയയിലെ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ക്രാഗുയോവാച്ച് യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഈ ഒരു യൂണിവേഴ്സിറ്റി യൂറോപ്പിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻസ് പഠിക്കാൻ നോക്കുന്ന സ്റ്റുഡൻസിനെ ചൂസ് ചെയ്യാൻ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ്. ഈ ക്രാഗുയോവാച്ച് യൂണിവേഴ്സിറ്റിയിലെ MBBS അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. വിദേശത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ ഫ്രണ്ട്സിനോ ക്ലാസ്മേറ്റ്സിനോ അല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ നിങ്ങളൊരു ലൈക്ക് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും MBBS അബ്രോഡുമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് ഏറ്റവും കുറവ് ഫീസിൽ ഏറ്റവും മികച്ച ഫെസിലിറ്റീസിൽ MBBS പഠിക്കാൻ സാധിക്കുന്ന ഗ്ലോബലി അക്രീഡിയേറ്റഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ആദ്യമായാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള MBBS എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. MBBS പഠിക്കാൻ വേൾഡ് ക്ലാസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.